ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും അക്സസ് ആണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുന്നേ എന്ന് തോന്നുന്നു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു യൂണിക്കോൺ ലാമ്പിൻ്റെ. അപ്പം അത് കണ്ടിട്ട് എൻ്റെ ഒരു റിലേറ്റീവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്ത് എൻ്റെ വീഡിയോ തരാമോയെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഒന്നുകൂടി വേറൊരു രീതിയിൽ ഞാൻ ചെയ്തു, കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ കേട്ടോ ഇൻട്രോ ഒക്കെ എടുക്കുന്നത്. കാരണം എങ്ങാൻ സക്സസ് ആവാതെ ഇരുന്നാലോ എന്ന് വെച്ചിട്ട്. കാരണം ഞാൻ ഒരു തവണ ചെയ്ത കാര്യം പിന്നെ അധികം ചെയ്യാറില്ല. കാരണം ഒരു തവണ ചെയ്യാൻ നിർത്തുക, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോൾ ശരിയായെന്ന് വരത്തില്ല. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇത് രണ്ടാണ്. ഇതാ ഈ സൈഡിലിരിക്കുന്ന ഇതാണ് കേട്ടോ. ഇതാണ് ഞാൻ ഇന്ന് ചെയ്തത്. മറ്റേത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടത്. ഇത് ഞാൻ ഇതിലേതാ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതാണ് ഞാൻ ഇന്ന് ചെയ്തത്. ഇതിൻ്റെ അകത്ത് ഞാൻ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് വീഡിയോയുടെ ലാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് എന്തായാലും ഇതിങ്ങനെ ഉണ്ടാക്കണേ ഒന്ന് കേട്ടോ വെക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആദ്യം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് ഒരു ജാറ് വേണം. അതിങ്ങനെ ഇരിക്കണം, കുറച്ച് തടിയുള്ളത്, പിന്നെ കുറച്ച് പക്കം കറിഞ്ഞ മറ്റേ പോലത്തെ ആണെങ്കിൽ ഇച്ചിരി നല്ലതാണ്. പക്ഷെ ഞാൻ തപ്പിയിട്ട് കിട്ടിയില്ല. ഇനി നമ്മളിതിൽ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് അടിച്ചെടുക്കണം, കുറച്ച് വെള്ളമൊക്കെ ചേർത്ത്. അതിന് മുമ്പ് ഞാൻ ഈ ലാമ്പിനെ പറ്റി പറയാം. ഇത് ബാറ്ററി വർക്കിംഗ് ആട്ടോ. നമ്മുടെ ഈ മെർക്കുറിയുടെ 3 ബാറ്ററീസ് ഉണ്ടല്ലോ, അതുപോലത്തെയാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളണേ. പിള്ളേർ ഇതൊക്കെ എടുത്ത് കടിച്ച് നോക്കുക. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ഞാൻ ആമസോണിൽ ലിങ്ക് നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാനിത് ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അവിടെ ഓൺലൈൻ സർവീസ് ഒന്നുമില്ല. ഇത് കണ്ടോ, ഈ ഒരു രീതിയിലാണ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നൈറ്റിൽ കാണാൻ നല്ല രസമാണ്. ആ വീഡിയോയിൽ ഞാൻ നൈറ്റിലല്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ബ്രഷ് വേണം, ഫ്ലാറ്റ് ബ്രഷ് മതി, സ്പോഞ്ച് ഉപയോഗിക്കേണ്ട. നമുക്ക് ലൈറ്റായിട്ട് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഫ്ലാറ്റ് ബ്രഷിൻ്റെ സൈസ് 10 ആണ്. ഞാൻ കുറച്ച് സ്പീഡിൽ പോവാണ്. പിന്നെ വൈറ്റ് പേപ്പർ വേണം, മെയിൻ A4. പിന്നെ ബ്ലൂ പേപ്പേഴ്സും ഗ്രീനും പേപ്പറൊക്കെ വേണം. നമ്മുടെ ഇലയും പൂവൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് ഈ കാണിച്ച പോലെ. കുറച്ച് സ്പീഡ് ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ വീഡിയോ ഭയങ്കരമായിട്ട് സ്പീഡായി പോവും. ഇതുണ്ടോ, നമുക്ക് റിബണും വേണം കേട്ടോ. ഒരു റെഡോ ബ്ലൂ ഏത് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഞാൻ ചൂസ് ചെയ്തത് റെഡാണ്. നമ്മൾ വെള്ളം കൂട്ടി അടിക്കണം. അപ്പം ഞാൻ പെയിൻറ്റ് ചെയ്യട്ടെ കേട്ടോ. ഞാൻ രണ്ട് കോട്ട് കൊടുത്തു. കാരണം പെയിൻറ്റിന് വേണ്ടി മക്കാപ്പിച്ചായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 കോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കോട്ട് മതിയാവും. വളരെ കുറച്ച് വെള്ളം ചേർത്തടിക്കണം കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ. ഇനി നമുക്കത് വെയിലത്ത് വെച്ച് നല്ലോണം ഉണങ്ങിയെടുക്കാം. അപ്പോഴത്തേനും നമുക്ക് വേറെ കുറച്ച് സാധനം കൂടി സെറ്റ് ചെയ്യാം. നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. ഫ്ലവറിനിടെ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ വേണം. അതിന് വേണ്ടിയിട്ട് ട്രയാങ്കുലർ രീതിയിൽ നമ്മളിതുപോലെ മടക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ചെറുതായിട്ടൊന്ന് സ്ലോ ആക്കിയിട്ടുണ്ട് കേട്ടോ. സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ആദ്യം നമ്മൾ 2 രീതിയിൽ ട്രയാങ്കിളായിട്ട് മടക്കിയിട്ട് ഹാഫായിട്ട് മടക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഓരോന്ന് ചെയ്താൽ മതി. സ്ക്രീനിൽ ശ്രദ്ധിച്ച് ഞാൻ എത്രത്തോളം പറയുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അതാ ഞാൻ സ്ക്രീനിൽ നോക്കുന്നത്.
നിങ്ങൾക്ക് ഏത് രീതിയിലാണെങ്കിൽ ഫ്ലവർ ഉണ്ടാക്കാം. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പം ഇത് ഒരു തവണ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 എണ്ണം കിട്ടും. അപ്പം 2 എണ്ണം എടുത്ത് ഇതുപോലെ മുകളിൽ വെച്ച് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ബ്ലൂവും കൊണ്ടും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ലീഫ് ഞാൻ ആദ്യം ആർട്ടിഫിഷ്യലാണ് എടുത്തത്. പിന്നെ അത് ഒട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പേപ്പറിൽ വെച്ചിട്ട് തന്നെയാണ് ലീഫ് ഉണ്ടാക്കിയത് കേട്ടോ. ഇനി നമുക്ക് റിബൺ ഒട്ടിച്ച് കൊടുക്കാം. അതിൻ്റെ ബോർഡറിലായിട്ട് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ ഓരോ ഇതിൻ്റെ പറയേണ്ട സമയത്ത് എഴുതി കാണിച്ചത്. ഇതുപോലെ ഒരു സൈഡിൽ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ചെയ്താൽ മതി. ഫുള്ളി കവർ ചെയ്യണമെന്നില്ല. അപ്പം ഞാൻ കുറച്ച് കവർ ചെയ്യാത്ത രീതിയിലാണ് ഈ ഒരു രീതിയിലാണ് ഒട്ടിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് 2 സൈഡിലും ഈ ഒരു രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഉണക്കാൻ വെച്ച് ചെവി എടുത്ത് ഒട്ടിച്ച് കൊടുക്കാം. വാട്ടർ കളർ ഉപയോഗിച്ചാണ് കേട്ടോ ചെവി പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. ഉണങ്ങിയിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നല്ലൊരു ഭയങ്കര തിക്കുള്ള കാർഡ്ബോർഡ് വേണമെന്നില്ല. ചെറിയ കട്ടി കുറഞ്ഞ കാർഡ്ബോർഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ടത് കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ ലീഫ് കട്ട് ചെയ്തെടുത്തിട്ട് അത് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ വൈറ്റ് ലീവ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ലീഫ് വെച്ച് നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഇത് ഇരുന്നില്ല. എൻ്റെ കയ്യിൽ ഫെവിക്കോൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ഇരുന്നില്ല. പേപ്പറാകുമ്പോൾ എളുപ്പം പരിപാടിയും കഴിഞ്ഞ് എല്ലാവരുടെയും കയ്യിലും ഉണ്ടാവുമല്ലോ. അത് കഴിഞ്ഞ് ഫ്ലവർ കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് സെയിം രീതിയിൽ. ഇപ്പോൾ ഞാൻ വൈറ്റ് ലീഫ് ഗ്രീൻ ലീവ്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണും മുക്കൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. എളുപ്പമാണ്. ഇതാണ് കേട്ടോ നൈറ്റ് വ്യൂ. എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയണം. ഞാൻ സൈഡിൽ ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിങ്ക് പെയിൻറ്റ് വെച്ചിട്ട് കൊടുത്തതാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കണം. പിന്നെ ഇത് ഇവിടെ നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രസമാക്കി എടുത്തിട്ടുണ്ട്. പീലി വരച്ചു കൊടുത്തു. പിന്നെ കുറച്ച് ഡിഫറൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. സ്മൈലി ആക്കി ഞാൻ എൻ്റെ പൂച്ചക്കുട്ടിയുടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന പോലെ അത് മാറ്റിയിട്ട് ഞാൻ സ്മൈലി ആക്കി. പിന്നെ ഇവിടെ ബ്ലഷ് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബ്ലഷ് അല്ല കേട്ടോ, അത് വാട്ടർ കളറാണ്, പിങ്ക് കളർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം അടുത്തൊരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാം. പിന്നെ എന്തെങ്കിലും കമൻസും അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ ടാറ്റ.